എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കനേഡിയൻ ഫെഡറലിസത്തെ പറ്റിയും കാനഡയുടെ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയുമാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കാനഡയെ പറ്റി പറയുകയാണെങ്കിൽ കാനഡ ആദ്യ കാലഘട്ടങ്ങളിൽ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കോളനി ആയിരുന്നു. പിന്നീട് ഇത് ബ്രിട്ടന് നൽകപ്പെടുകയുമുണ്ടായി. 1971 കാലഘട്ടങ്ങളിൽ കാനഡയെ ഉത്തര കാനഡയെന്നും അതുപോലെ തന്നെ ദക്ഷിണ കാനഡയെന്നും രണ്ടായി തിരിക്കുകയുണ്ടായി. തുടർന്ന് ഉത്തര കാനഡയിലെ ബ്രിട്ടീഷ് ജനതയും അതുപോലെ തന്നെ ദക്ഷിണ കാനഡയിലെ ഫ്രാൻസ് ജനതയുമാണ് ഉൾപ്പെട്ടത്. പിന്നീട് 1840 കാലഘട്ടങ്ങളിൽ ബ്രിട്ടൻ പാസാക്കിയ ആക്ട് അനുസരിച്ചിട്ട് കാനഡ ഏകീകരിക്കപ്പെട്ടു. തുടർന്ന് 1964 ക്യൂബക് കോൺഫറൻസിൽ വെച്ചിട്ട് ഫെഡറേഷൻ രൂപീകരിക്കപ്പെടുകയും 1982 കാലഘട്ടങ്ങളിൽ കാനഡയ്ക്ക് ഭരണഘടന തയ്യാറാക്കപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഫെഡറൽ ഫീച്ചേഴ്സ് ഓഫ് കനേഡിയൻ ഫെഡറലിസത്തെ പറ്റിയാണ്. അപ്പോൾ ഞാൻ റെഫർ ചെയ്യുന്നത് കാലിക്കറ്റ് MG യൂണിവേഴ്സിറ്റികളുടെ മെറ്റീരിയലാണ്. വളരെയധികം പഴക്കമേറിയ മെറ്റീരിയലാണ്. അപ്പോൾ ഡേറ്റ്സ് ചിലപ്പോൾ മാറിക്കിടക്കാം. നിങ്ങളൊന്ന് മറ്റ് റെഫറൻസ് കൂടി നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ കാനഡയുടെ ഭരണഘടന കൃത്യമായി എഴുതപ്പെട്ടതാണ്. വളരെ സൂക്ഷ്മമായി കൃത്യതയോടുകൂടി കൃത്യമായി എഴുതപ്പെട്ടൊരു ഭരണഘടനയാണ് കാനഡയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഈ കാനഡയുടെ ഭരണഘടന കൃത്യമായി എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ 20 ഡോക്യുമെൻസുകളും അതുപോലെ തന്നെ 13 ബ്രിട്ടീഷ് പാർലമെൻ്ററി ആക്റ്റുകളും അതുപോലെ 7 കനേഡിയൻ ഓർഡറുകളും 4 ബ്രിട്ടീഷ് ഓർഡറുകളുമാണ് കനേഡിയൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നത്. എന്താണ് കാനഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെഡറൽ ഫീച്ചേഴ്സാണ്. അതായത് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത്. എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ് കാനഡയ്ക്കുള്ളത്. അതുപോലെ തന്നെ 20 ഡോക്യുമെൻസുകളും 13 ബ്രിട്ടീഷ് പാർലമെൻ്ററി ആക്റ്റുകളും 7 കനേഡിയൻ ഓർഡറുകളും 4 ബ്രിട്ടീഷ് ഓർഡറുകളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അടുത്ത കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു ഫീച്ചറാണ് റിജിഡിറ്റി കം ഫ്ലെക്സിബിലിറ്റി എന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് നോക്കിയാൽ സാധാരണയായിട്ട് 4 രീതികളിലാണ് ഭരണഘടന ഭേദഗതി നടക്കുന്നത്. അതായത് ഒന്നാമത്തേത് സാധാരണയായിട്ട് 4 രീതികളിലൂടെയാണ് കനേഡിയൻ ഭരണഘടന ഭേദഗതി വരുത്തുന്നത്. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് കനേഡിയൻ പാർലമെൻറ്റിൻ്റെ ഓർഡിനറി ആക്ടിലൂടെ സാധിക്കും. അപ്പോൾ രണ്ടാമത്തേത് ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് സെനറ്റിൻ്റെ ഭൂരിപക്ഷ അംഗീകാരവും ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഭൂരിപക്ഷ അംഗീകാരവും പിന്നെ എല്ലാ പ്രൊവിൻസുകളുടെയും നിയമസഭയുടെ അംഗീകാരവും ആവശ്യമാണ്. അപ്പോൾ മൂന്നാമത്തേത് ഏതെങ്കിലും ഒരു പ്രൊവിൻസിനെയോ പ്രൊവിൻസുകളെയോ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ സെനറ്റിൻ്റെ ഭൂരിപക്ഷവും ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഭൂരിപക്ഷവും വിഷയവുമായി ബന്ധപ്പെട്ട പ്രൊവിൻസുകളുടെ ലെജിസ്ലേച്ചർ ഭൂരിപക്ഷവും ആവശ്യമാണ്. പിന്നെ നാലാമത്തേത് സെനറ്റിൻ്റെ ഭൂരിപക്ഷവും ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഭൂരിപക്ഷവും 2/3 പ്രൊവിൻസുകളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ ഭേദഗതി ചെയ്യാം. എന്താണ് കാനേഡിയൻ ഫെഡറലിസത്തിൻ്റെ ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ കാനഡയുടെ ഭരണഘടന കൃത്യമായി എഴുതപ്പെട്ടതാണ്. അതിൽ 20 ഡോക്യുമെൻസുകളും 13 ബ്രിട്ടീഷ് പാർലമെൻ്ററി ആക്റ്റുകളും 7 കനേഡിയൻ ഓർഡറുകളും 4 ബ്രിട്ടീഷ് ഓർഡറുകളുമാണ് ഉൾക്കൊള്ളുന്നത്. അതുപോലെ തന്നെ റിജിഡിറ്റി കം ഫ്ലെക്സിബിലിറ്റിയാണ് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു സവിശേഷത. ഇതിൽ സാധാരണയായിട്ട് കാനഡയിലെ 4 രീതികളിലാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് കനേഡിയൻ പാർലമെൻറ്റിൻ്റെ ഓർഡിനറി ആക്ടിലൂടെ സാധിക്കുന്നു. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് സെനറ്റിൻ്റെ ഭൂരിപക്ഷ അംഗീകാരവും കൂടാതെ ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഭൂരിപക്ഷ അംഗീകാരവും കൂടാതെ എല്ലാ പ്രൊവിൻസുകളുടെയും നിയമസഭകളുടെ അംഗീകാരവും ആവശ്യമാണ്. അതായത് എല്ലാ പ്രൊവിൻസുകളുടെയും നിയമസഭയുടെ അംഗീകാരവും ആവശ്യമാണ്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രൊവിൻസിനെയോ പ്രൊവിൻസുകളെയോ മാത്രം ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ സെനറ്റിൻ്റെ ഭൂരിപക്ഷവും അതുപോലെ തന്നെ
ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഭൂരിപക്ഷവും മാത്രമല്ല വിഷയവുമായി ബന്ധപ്പെട്ട പ്രൊവിൻസുകളുടെ ലെജിസ്ലേച്ചർ ഭൂരിപക്ഷവും ആവശ്യമാണ്. ഓക്കെ. അതുപോലെ തന്നെ നാലാമത്തെ രീതി എന്ന് പറയുന്നത് സെനറ്റിൻ്റെ ഭൂരിപക്ഷവും ഹൗസ് ഓഫ് കോമൺസിൻ്റെ ഭൂരിപക്ഷവും, അതായത് 2/3 പ്രൊവിൻസുകളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ ഭേദഗതി ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയാണ്. ഓക്കെ. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, ഡുവൽ ജുഡീഷ്യറിയാണ് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. ഓക്കെ. എന്താണ്? ഡുവൽ ജുഡീഷ്യറിയാണ് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. ഇതനുസരിച്ച് കേന്ദ്രത്തിന് വേണ്ടി ഒരു നീതിന്യായ വ്യവസ്ഥിതിയും മാത്രമല്ല പ്രവിശ്യകൾക്ക് വേണ്ടി മറ്റൊരു നീതിന്യായ വ്യവസ്ഥിതിയും നിലനിൽക്കുന്നു. ഓക്കെ. അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയുടേതിന് തുല്യമായൊരു അധികാരമാണിത്. ഓക്കെ. അതായത് എന്താണ്? ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്നത് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. ഇതനുസരിച്ച് ഡുവൽ ജുഡീഷ്യറിയാണ് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. അതുപോലെ തന്നെ ഇതനുസരിച്ചിട്ട് കേന്ദ്രത്തിന് വേണ്ടി ഒരു നീതിന്യായ വ്യവസ്ഥിതിയും അതുപോലെ തന്നെ പ്രവിശ്യകൾക്ക് വേണ്ടി മറ്റൊരു നീതിന്യായ വ്യവസ്ഥിതിയുമാണ് നിലനിൽക്കുന്നത്. ഓക്കെ. അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയുടേതിന് തുല്യമായ അധികാരമാണിത്. ഓക്കെ. ഭരണഘടന നീതിന്യായ പുനരവലോകനം 2 വ്യവസ്ഥകളുടെ മേൽ അനുവദിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്ത കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, കാനഡയിലെ ഭരണഘടന പരമമാണ്. അതുപോലെ തന്നെ നീതിന്യായ പുനരവലോകനത്തിലൂടെ നീതിന്യായ വ്യവസ്ഥ ഭരണഘടനയെ സംരക്ഷിക്കുന്നുമുണ്ട്. ഓക്കെ. കൂടാതെ എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്നത് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ. എന്താണ്? സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ, കാനഡയിലെ ഭരണഘടന എന്നത് പരമമാണ്. അതുപോലെ നീതിന്യായ പുനരവലോകനത്തിലൂടെ നീതിന്യായ വ്യവസ്ഥ ഭരണഘടനയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രവുമല്ല എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്നത് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയുമാണ്. ഓക്കെ. അടുത്ത കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു സവിശേഷത ബൈക്കാമറൽ ലെജിസ്ലേച്ചറാണ് എന്നതാണ്. ഇതിലെന്താണ് പറയുന്നത് എന്ന് നോക്കിയാൽ, ദ്വിമണ്ഡല സഭയാണ് കനേഡിയൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ്? ബൈക്കാമറൽ ലെജിസ്ലേച്ചറാണ് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. ഇതനുസരിച്ച് ദ്വിമണ്ഡല സഭയാണ് കനേഡിയൻ പാർലമെൻറ്റ്. ഹൗസ് ഓഫ് കോമൺസ് അധോസഭയും അതുപോലെ തന്നെ സെനറ്റ് ഉപരിസഭയുമാണ്. ഓക്കെ. അതായത് ദ്വിമണ്ഡല സഭയാണ് കനേഡിയൻ പാർലമെൻറ്റ്, ഹൗസ് ഓഫ് കോമൺസ് അധോസഭയും, അതായത് ഹൗസ് ഓഫ് കോമൺസ് ലോവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സെനറ്റ് അപ്പർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സെനറ്റ് ഉപരിസഭയും അപ്പർ ഹൗസുമാണ്. ഓക്കെ. അപ്പോൾ അധോസഭയിലേക്ക് പ്രതിനിധികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു, എന്നാൽ സെനറ്റിലേക്ക് നാമനിർദ്ദേശത്തിലൂടെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ. അപ്പോൾ അധോസഭയിൽ 181 അംഗങ്ങളായിരുന്നു പിന്നീട് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടത് 282 ഉയർത്തുകയുണ്ടായി. എന്നാൽ 72 അംഗങ്ങളായിരുന്ന സെനറ്റിലുണ്ടായിരുന്നത് പിന്നീടത് 101 ഉയർത്തി. ഓക്കെ. എന്തൊക്കെയാണ്? ബൈക്കാമറൽ ലെജിസ്ലേച്ചറാണ് കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. ഇതൊരു ദ്വിമണ്ഡല സഭയാണ് കനേഡിയൻ പാർലമെൻറ്റ്. അതിൽ ഹൗസ് ഓഫ് കോമൺസ് അധോസഭ, അതായത് ലോവർ ഹൗസും അതുപോലെ തന്നെ സെനറ്റ് ഉപരിസഭയും അതായത് അപ്പർ ഹൗസുമാണ്. അധോസഭയിലേക്ക്, അതായത് ഹൗസ് ഓഫ് കോമൺസിലേക്ക് പ്രതിനിധികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു, എന്നാൽ സെനറ്റിലേക്ക് നാമനിർദ്ദേശം വഴിയാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അധോസഭയിൽ 181 അംഗങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇത് പിന്നീട് 282 അംഗങ്ങളാക്കി ഉയർത്തി. 72 അംഗങ്ങൾ ആയിരുന്ന സെനറ്റിലുണ്ടായിരുന്നത് പിന്നീട് അത് 101 ഉയർത്തി. ഓക്കെ. അടുത്ത കനേഡിയൻ ഫെഡറലിസത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് പവേഴ്സാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, ഡിവിഷൻ ഓഫ് പവേഴ്സിൽ 4 പാർട്ടുകളായിട്ടാണ് കാനഡയുടെ ഭരണഘടനയിലെ അധികാരങ്ങൾ വിഭജിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തേത് എ. ഇതിൽ ഡൊമീനിയൻ ഐറ്റമാണിത്. ഇത് 29 കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് സൈന്യം, നാവിക പ്രതിരോധം, പൊതു ധനകാര്യം, വ്യാപാര നിയമങ്ങൾ എക്സെട്ര മുതലായ കാര്യങ്ങൾ ഡൊമീനിയൻ ഐറ്റത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ. രണ്ടാമത്താണ് പ്രൊവിൻസ്. ഓക്കെ. ഇതിൽ 16 വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രൊവിൻസ് 16 മെമ്പർ. ഓക്കെ. ഇതിൽ സ്വത്ത്, പൗരത്വാവകാശങ്ങൾ, വിദ്യാഭ്യാസം, പൊതുപ്രവർത്തനങ്ങൾ, പൊതുമരാമത്ത് തുടങ്ങിയവ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഓക്കെ. മൂന്നാമത്തേതായത് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രൊവിൻസുകൾ നിയമനിർമ്മാണം നടത്തുന്നുണ്ട്. ഓക്കെ.
നാലാമത്തെ എന്താണ് റെസ്യൂജറി പവേഴ്സാണ്. ഇതിൽ അവശേഷിക്കുന്ന അധികാരങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് നിക്ഷിപ്തമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കനേഡിയൻ ഫെഡറലിസത്തെ പറ്റി പറയാനുള്ളത്. അതായത് ആദ്യത്തെ ഫീച്ചറാണ് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, രണ്ടാമത്തേത് റിജിഡിറ്റി കം ഫ്ലെക്സിബിലിറ്റിയാണ്, മൂന്നാമത്തേതാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയാണ്, നാലാമത്തേതാണ് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അഞ്ചാമത്തേതാണ് ബൈക്കാമറൽ ലെജിസ്ലേച്ചർ നിലനിൽക്കുന്നു, ആറാമത്തേതാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സ് ഓഫ് ദി കനേഡിയൻ ഫെഡറലിസം അഥവാ കനേഡിയൻ ഫെഡറലിസത്തെ പറ്റി പറയാനുള്ള ഈ വീഡിയോയിൽ പ്രധാനമായും പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. റെഫർ ചെയ്യുന്നത് പഴയ മെറ്റീരിയൽസ് ആയതുകൊണ്ട് ചില മാറ്റങ്ങൾ സംഭവിക്കാം. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പൊറുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.